ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും അധികം കണ്ടന്റ് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. ഈ വീഡിയോ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് സോഷ്യൽ സയൻസ് പരീക്ഷ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. വീഡിയോ കിടക്കും മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വാലേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതേപോലെ SSLC റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവും. +1 അഡ്മിഷനെ കുറിച്ചിട്ടും ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഹെൽപ്ഫുള്ളായ വീഡിയോകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി പെട്ടെന്ന് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മറ്റ് സബ്ജക്റ്റുള്ള പോലെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സിനൊന്നും വലിയ പ്രസക്തിയില്ല. ഇല്ല എന്നുള്ളത് പരീക്ഷകളിൽ ചെയ്യേണ്ട കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. പക്ഷേ പഠിക്കുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് തന്നെയാണ് വരിക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബയോളജിക്കൊക്കെ പേടിച്ച പോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ കൺഫ്യൂസ് ആകും. അങ്ങനെയുള്ള പേടിയും സോഷ്യൽ സയൻസിനെ കുറിച്ച് വേണ്ട. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള ചില ഏരിയകളുണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, 1 വേർഡ് ചോദ്യങ്ങൾ. നമുക്കറിയാം ആദ്യത്തെ 40 മാർക്ക് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ചോയ്സ് പോലുമില്ല അവിടെ. ബാക്കി 40 മാർക്കിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസും മറ്റും ഒക്കെ ഉള്ളത്, ഓപ്ഷണൽ ചാപ്റ്റേഴ്സൊക്കെ ഉള്ളത്. ആദ്യത്തെ 40 മാർക്കിൽ വരുന്നതാണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. 5 മാർക്കിന് 1 വേർഡ് ചോദ്യങ്ങളുണ്ടാവും. ഈ 5 മാർക്കിൻ്റെ 1 വേർഡ് ചോദ്യങ്ങളിൽ 1-2 എണ്ണം തെറ്റിയാൽ പോലും അത് നിങ്ങൾക്ക് അത്ര ഗുണം ചെയ്യില്ല. കാരണം 80-70 മാർക്ക് എന്തായാലും വേണ്ടേ സോഷ്യൽ സയൻസിന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ 1 വേർഡിന് 5 മാർക്ക് ഉറപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, 1 വേർഡല്ലേ, അത് ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചെങ്കിലും എഴുതുന്നു. നമുക്കതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഹാളിലിരിക്കുന്ന മറ്റാളുകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു ചോദ്യമാണ് 1 വേർഡായിട്ട് വരിക എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, പാഠഭാഗങ്ങൾ, അതായത് മസ്റ്റായിട്ടും പഠിക്കേണ്ട ആ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വായിച്ച്, കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും വായിച്ച് 1 വേർഡിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഏതാണെന്ന് ഏകദേശമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകാവും. ഓക്കെ. സോ ആ 1 വേർഡ് ചോദ്യങ്ങൾ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പാഠഭാഗം വായിച്ച് തന്നെ പോകണം, മനസ്സിരുത്തി വായിച്ച് തന്നെ പോകണം. സോ അവിടെ നിങ്ങൾ മാർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ 40 മാർക്ക് നമുക്കറിയാം ചോയ്സും കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ മസ്റ്റായിട്ടും ഉത്തരം എഴുതേണ്ട 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ആ മാർക്ക് അങ്ങോട്ട് പോയത്. ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഇത് പോയി, മറ്റേതെങ്കിലും എഴുതാൻ വിചാരിക്കായിരുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ ഒരു ഏരിയ പോലും നിങ്ങൾ വിടാൻ പാടില്ല. നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകത ഉണ്ട്. ഓരോ പാഠം എടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഇതാണെന്നും ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല, മുന്നേ പരീക്ഷയ്ക്കൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നൊരു പരിപാടി നമുക്കുണ്ട്. ആ പരിപാടി മസ്റ്റായിട്ടും പഠിക്കേണ്ട ആ പാഠഭാഗങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ നിർഭാഗ്യത്തിന് ഇതുവരെ ചോദിക്കാത്ത, അത്ര പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കാത്ത ആ ഒരു ഏരിയ നിങ്ങൾ ഒഴിവാക്കി വിട്ട ആ ഒരു ഏരിയയിൽ നിന്നാണെങ്കിലോ ചോദ്യം വന്നത്, എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ആ മാർക്ക് പോയില്ലേ, ചിലപ്പോൾ 3 മാർക്കോ 4 മാർക്കോ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടില്ലേ. അതുകൊണ്ട് മസ്റ്റായിട്ടും പഠിക്കേണ്ട പാഠഭാഗങ്ങളിൽ ഇമ്പോർട്ടൻറ്റ്, അൺഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കുന്ന പരിപാടി വേണ്ട. എല്ലാം കൃത്യമായി പഠിക്കുക. ഇതുവരെ ഒരു പരീക്ഷയ്ക്കും വരാത്ത ചോദ്യമാണെങ്കിൽ പോലും നിങ്ങളത് പഠിച്ചു വെക്കുക. ഇട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങളത് പഠിച്ചു വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഭാഗത്ത് ചോദ്യം വന്നാൽ നമുക്കത് റിസ്ക് ആവും. അതുകൊണ്ടാണ്. ഇനി പറയാൻ പോകുന്നത് പാർട്ട് ബി ആണ്, 40 മാർക്കിൻ്റെ പാർട്ട് ബി. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, മൊത്തം അവിടെ ഒരു 12 പാഠഭാഗങ്ങളുണ്ടെങ്കിൽ 6 പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. അതിനൊരു രീതി ഉണ്ട് കേട്ടോ. ഏതെങ്കിലും 6 പാഠം പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് അറിയാമല്ലോ. പെയറായിട്ടാണ് വരിക. അതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ, യൂണിറ്റ് 1 or 2 അങ്ങനെ ഒരു പെയറിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൊന്ന് പഠിച്ചാൽ മതി എന്നാണ്. പക്ഷേ അവിടെ ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നം, പല കുട്ടികൾക്കും അതൊരു വലിയ വിഷയം ഉണ്ടാക്കും, വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ, ഇനി മറ്റേത് പഠിച്ച് തീരെ പഠിക്കാണ്ട് പോയാലോ എന്നൊക്കെ തോന്നും. അങ്ങനെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ആ പെയറിൽ ഏതെങ്കിലും ഒരു പാഠം വൃത്തിയായിട്ട് പഠിച്ചാൽ, അതായത് എന്ത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിലൊരു പാഠം പഠിച്ചു വെച്ചാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ ആ ഒരു പാഠത്തിൽ നിന്നും ഏതെങ്കിലും ഏരിയ വിടുകയും ആ ഭാഗത്ത് ചോദ്യം വരികയും ചെയ്താൽ നിങ്ങൾ കുടുങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പരിപാടി, ഈ പെയറിൽ ഒരു പാഠം നന്നായിട്ട് തറവായിട്ട് പഠിക്കുന്നതോടൊപ്പം രണ്ടാമത്തെ പാഠത്തിൽ നിങ്ങൾ ഒഴിവാക്കി വിടുന്ന ആ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെങ്കിലും നോക്കിയിട്ട് പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോകണം. കാരണം ഇൻ കേസ് വരുന്ന ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തതാണെങ്കിൽ മറ്റേ പാഠത്തിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള ഒരു ചെറിയ പോസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ആ പോസിബിലിറ്റി നമ്മൾ കളയണ്ട. കാരണം SSLC പരീക്ഷയല്ലേ, നമ്മൾ റിസ്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആദ്യം തറവായിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാനുള്ള സമയം എടുക്കുക. അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് എഴുതാനുള്ളൊരു എക്സാം ആയതുകൊണ്ട് അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് സൺഡേ ഞാൻ പറഞ്ഞുതരാം. എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ചില കുട്ടികൾക്ക് സമയത്തിൻ്റെ പ്രശ്നമൊക്കെ സോഷ്യൽ സയൻസിൽ വരും, എസ്സേയും മറ്റും വരുന്നുണ്ട്. അത് ഞാൻ എക്സാമിൻ്റെ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് വേറെ തരാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് പോവുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.